പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമുക്കെല്ലാം വളരെയേറെ പ്രിയങ്കരനായ പി മൊയ്തീൻ കോയ ഹാജിയുടെ ഓർമ്മകൾ പുതുക്കുന്ന ദർശനങ്ങളുടെ കനകജ്വാല എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രകാശനത്തിന് ഞാനവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അഷ്റഫ് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാനത് സന്തോഷത്തോടെ തന്നെ കൈയോടെ സ്വീകരിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അതിരൂക്ഷമായ ചെസ്റ്റ് ഇൻഫെക്ഷനും പനിയും ചുമയും എല്ലാം മൂലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആയിരിക്കുകയാണ്. കുറച്ച് ആശ്വാസമുണ്ടായിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും ആശുപത്രിയിലാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്ന ആ നല്ല ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതിൽ അതീവ ദുഃഖമുണ്ട്. നിങ്ങൾക്കുണ്ടായ അസൗകര്യങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ആദ്യമേ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളെ സ്നേഹിക്കുകയും ജനങ്ങളാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്ത ജനനേതാവാണ് വി മൊയ്തീൻ കോയ ഹാജി. നന്നേ ചെറുപ്പത്തിലെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം സജീവമായി. ചെറുപ്രായത്തിൽ തന്നെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി. നമുക്കറിയാമല്ലോ, അന്ന് കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് വിപുലമായിരുന്നു. വയനാടിൻ്റെ ഇന്നത്തെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും എല്ലാം ചേരും. അതുപോലെ ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള ഒരുപാട് ഭാഗങ്ങൾ ചേർന്നതാണ് ഇന്നത്തെ കോഴിക്കോട് ജില്ല. ആ വിപുലമായ കോഴിക്കോട് ജില്ലയുടെ അധ്യക്ഷനായി തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത്. മൊയ്തീൻ കോയ ഹാജിയുടെ കാഴ്ചപ്പാട് രാഷ്ട്രീയം ജനനന്മയ്ക്ക് എന്നതായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിത താല്പര്യങ്ങൾക്ക് അതീതമായി ജനതാല്പര്യം മുൻനിർത്തി വിശാല കാഴ്ചപ്പാടോടുകൂടി ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ജനനന്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആധുനിക മുക്കത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കാവുന്ന അസാധാരണമായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. മുക്കവുമായി ബന്ധപ്പെട്ട മലയോര മേഖലയിൽ പ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ അതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർവഹിച്ച നേതൃത്വപരമായ പങ്ക്, അതെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നല്ലോ. ഏറ്റവും പ്രധാന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണോ, ആയിരക്കണക്കിന് അനാഥർക്കാണല്ലോ അദ്ദേഹം ജീവിതം നൽകിയത്. ജീവിതം നൽകിയെന്ന് മാത്രമല്ല, ജീവനോപാധികൾ നൽകി, ജീവിത മാർഗം കാണിച്ചു കൊടുത്തു. അവരുടെ വഴികാട്ടിയായി അദ്ദേഹം മാറി. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയ സംഭാവനകൾ എത്രയോ മഹത്തരമാണ്. തലമുറകളെ ശരിയായ ദിശയിലേക്ക് നയിച്ച് അവരെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാടും ജനങ്ങളും അദ്ദേഹത്തോട് എക്കാലവും കടപ്പെട്ടിരിക്കുന്നു. നിസ്വാർത്ഥമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അക്കാലത്ത് അദ്ദേഹത്തിന്റെ വിദ്യാലയത്തിൽ ജോലി ചെയ്ത ഒരു അധ്യാപികയുടെ ഒരു ലേഖനം ഞാൻ അടുത്ത കാലത്ത് വായിച്ചു. അതിലവർ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു നയാ പൈസ നൽകാതെ, പ്രതിഫലേച്ഛ കൂടാതെയാണ് അവരെ നിയമിച്ചത്. അവർ പോലും അത്ഭുതപ്പെട്ടു. അതായിരുന്നു മൊയ്തീൻ കോയ ഹാജി. നിസ്വാർത്ഥമായ പ്രവർത്തനം, ജനനന്മയെ മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനം, ആ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ആ നേതാക്കന്മാരുടെ പട്ടിക എന്നെന്നും നമുക്കെല്ലാം തലമുറകൾക്ക് പ്രചോദനകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹവുമായി കാണാനും ബന്ധപ്പെടാനും സാധിച്ചത് ഇന്നും ജീവിതത്തിലെ ഒരു അനർഘ നിമിഷമായി, അമൂല്യ സന്ദർഭമായി ഞാൻ കാണുന്നുണ്ട്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി 67 മുതൽ ഉള്ള കാലഘട്ടങ്ങളിൽ കോഴിക്കോട് വന്ന സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനൊക്കെയുള്ള അവസരമുണ്ടായത്. അതീവ വാത്സല്യത്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ വളരെ നന്ദി പുരസ്സരം ഓർക്കുന്നു. ശിശുക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിച്ച അദ്ദേഹത്തിന് ശിശുക്ഷേമ പ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് രാഷ്ട്രപതിയിലും സ്വീകരിക്കാനുള്ള അവസരവും ഉണ്ടായി. ഇത്തരത്തിൽ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്ത നല്ല മനുഷ്യരെ, നല്ല നേതാക്കളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ദൗത്യമാണ് ദർശനങ്ങളുടെ കനകജ്വാല എന്ന ഈ ഡോക്യുമെന്ററിയിലൂടെ നിർമ്മിക്കപ്പെടുന്നത്, പൂർത്തിയാക്കപ്പെടുന്നത് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ലഭിച്ച, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ജീവിതത്തിലേക്ക് കരകയറിയ, ജീവിതം മുന്നോട്ട് നീക്കിയ നിരവധി പേരുടെ പിൻബലം, പിന്തുണ ഈ മഹത്തായ സംരംഭത്തിലുണ്ട്. ഇതിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട മൊയ്തീൻ കോയ ഹാജിയെ ഞാൻ എൻ്റെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണ ജനങ്ങൾക്കും നാടിനും വേണ്ടി പ്രവർത്തിക്കാൻ തലമുറകൾക്ക് എന്നെന്നും പ്രചോദനകരമാകട്ടെ എന്ന പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം.